നഫീലുസ്താദെ, പിന്നെ ഞങ്ങൾക്കൊരു വലിയ സംഭവം കാണിച്ചു തരട്ടെ. ഒരു ഉമ്മ ഉണ്ടാക്കിയെടുത്തൊരു വലിയ നിധി ഈ ദുനിയാവിൽ ഉമ്മ ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ നിധി. എന്നാൽ ഉമ്മ അങ്ങനെ സുഖിക്കുകയാണ്. എന്നെ കാണിച്ചിട്ട് നിങ്ങളാ ക്യാമറ ഇല്ലേ, ആ പള്ളിപ്പറമ്പൊക്കെ ഇങ്ങനെ തിരിച്ചു വെക്കാം. ആ ഓതുന്ന ആളതാ, അയാളെ ഉമ്മാൻ്റെ ഖബറാണത്. നമ്മൾ നോക്കാം, ഈ പള്ളിപ്പറമ്പിൽ ഒരു മനുഷ്യല്ല. എന്നിട്ട് മൂപ്പരാളിങ്ങനെ വന്നിട്ട്, ഞാൻ നേരത്തെ സംസാരിച്ച് കേട്ടില്ലേ, എൻ്റെ ഉമ്മാൻ്റെ ഖബറാണ്, എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ ഉമ്മാനെ. ഉമ്മ പഠിപ്പിച്ച് തന്നതല്ലേ, ഓതാണ്, ഞാൻ ഖുർആൻ ഓതാണ്. നമ്മുടെ അടുത്തേക്ക് വരാൻ നിന്നപ്പോൾ നമ്മൾ പറഞ്ഞു വരണ്ട, അവിടെ നിന്ന് ഓതിക്കോളി, ഉമ്മാക്ക് സന്തോഷം കിട്ടട്ടെ. കാരണം എന്താ, മദ്രസയിൽ പഠിപ്പിക്കണ കാലത്ത് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല, പക്ഷെ മദ്രസയിൽ പഠിപ്പിക്കണ കാലത്ത് എൻ്റെ ഇത് നല്ല ശ്രദ്ധിച്ച് പഠിപ്പിച്ച് അതിൻ്റെ ഗുണം ഖുർആൻ ഓതാൻ പഠിച്ചതുകൊണ്ട് ആ കുട്ടിയാണ്, സംഗതി കുട്ടിയാണ്, വലിയ വയസ്സായാലാണെങ്കിൽ ഉമ്മാക്ക് കുട്ടിയല്ലേ, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ വന്നിട്ട് ഓതാണ്. എത്ര അത്ഭുതമല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ആരെങ്കിലും കിട്ടുമോ? അല്ലാതെ നമ്മളെ ഉമ്മാക്ക് ഉപ്പാക്ക് ഉപകാരമുള്ള മക്കളാക്കി നമ്മളെ മാറ്റട്ടെ. അസ്സലാമു അലൈക്കും.